കൊങ്കൺ പാത വഴി യാത്ര ചെയ്യാൻ ഇരുന്ന യാത്രക്കാർ ശ്രദ്ധിക്കുക. ഒരു വാർത്തയുണ്ട്. കൊങ്കൺ പാതയിലെ രത്നഗിരി സെഷനിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞ് ട്രെയിൻ ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന 4 ട്രെയിനുകൾ ഇതിനെ തുടർന്ന് റദ്ദാക്കിയിട്ടുണ്ട്. 8 ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടു. മഴ തുടരുന്നത് മണ്ണ് നീക്കം ചെയ്യുന്നതിന് വെല്ലുവിളിയാണ് എന്ന് റെയിൽവേ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. കൊങ്കൺ പാതയിൽ ഇന്നലെ രാത്രി വീണ്ടും മണ്ണിടിഞ്ഞതോടെയാണ് ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത്. മണ്ണ് നീക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇന്ന് ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്കും ബുധനാഴ്ച തിരുവനന്തപുരത്തു നിന്നും ലോകമാന്യ തിലകിലേക്കുമുള്ള നേത്രാവതി എക്സ്പ്രസ് സർവീസ് റദ്ദാക്കി. ഇന്നലത്തെ ലോകമാന്യ തിലക് കൊച്ചുവേളി ഗരീബ് രഥും വ്യാഴാഴ്ചയിലെ കൊച്ചുവേളി ലോകമാന്യ തിലക് ഗരീബ് രഥും സർവീസ് നടത്തില്ല. നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനി, നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസ്, ഗാന്ധിധാം നാഗർകോവിൽ എക്സ്പ്രസ്, നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസ്, എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ്, കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസ്, എറണാകുളം അജ്മീർ മരുസാഗർ എക്സ്പ്രസ്, അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് വഴിതിരിച്ചു വിട്ടത്. ഒരാഴ്ച മുമ്പാണ് പെർണം റെയിൽവേ തുരങ്കത്തിൽ മണ്ണിടിഞ്ഞ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത്. ആ പ്രശ്നം പരിഹരിച്ചു വരുന്നതിനിടെയാണ് വീണ്ടും രത്നഗിരി സെക്ഷന് കീഴിൽ മണ്ണിടിഞ്ഞ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത്. പ്രതികൂല കാലാവസ്ഥ ട്രാക്കിൽ വീണ മണ്ണ് നീക്കം ചെയ്യുന്നതിന് വെല്ലുവിളിയാകുന്നുവെന്നാണ് റെയിൽവേ പറയുന്നത്. അങ്ങനെ വന്നാൽ വരും മണിക്കൂറുകളിലും കൂടുതൽ ട്രെയിനുകൾ റദ്ദാക്കാനും വഴിതിരിച്ചു വിടാനും കാരണമായേക്കാം. റെയിൽവേ നിയന്ത്രണങ്ങൾ മലബാറിലെ ജനങ്ങളെയും കാര്യമായി തന്നെ ബാധിക്കുന്നുമുണ്ട്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. അപ്പോൾ മഴ കൊങ്കൺ പാത വഴിയുള്ള റെയിൽ ഗതാഗതത്തെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള മഴ പ്രതികരണങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എറണാകുളത്ത് ഹെവി റെയിൻ എന്ന മുഹമ്മദ് അസ്നാൻ പറയുന്നു. എറണാകുളത്ത് അവധിയുണ്ടോ എന്ന് ചോദ്യങ്ങളുണ്ട്. മറ്റിടങ്ങളിലൊക്കെ അവധിയുണ്ടോ എന്നിങ്ങനെ ചോദ്യം വരുന്നുണ്ട്. ഏതായാലും മഴയുമായി ബന്ധപ്പെട്ട അവധി പ്രഖ്യാപനങ്ങളൊന്നും ഈ നിമിഷം വരെയും വന്നിട്ടില്ല. അത് വരുന്ന അതേ സമയം തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. ചെറിയൊരു ഇടവേളയിലേക്ക്.